എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പൊന്നുമടത്തിലേക്ക് പലിശക്കാരൻ വെങ്കടേഷ് എത്തുവാണ്. അങ്ങനെ അയാൾ വന്നു കഴിഞ്ഞപ്പത്തിന് പൂർണ്ണിമയാണ് ഇന്ന് കഥ തുറക്കുന്നത്. പിന്നീട് അയാൾ ചോദിച്ചു, സേതുമാധവന്റെ വീടല്ലേ എന്ന് ചോദിക്കുകയാണ്. സേതുമാധവന്റെയോ? സേതുമാധവന്റെ അല്ല, ഇത് പൊന്നുമടത്തില് മാധവമേനന്റെ വീടാന്ന് പറയണം. ആ, എല്ലാം ഒന്ന് തന്നെയല്ലേ. നിങ്ങളുടെ മകൻ സേതുമാധവൻ ഇല്ലേന്ന് ചോദിക്കുകയാണ്. എന്റെ മകനാ? എനിക്ക് അങ്ങനെ ഒരു മകൻ ഇല്ലോ എന്ന് പറയാണ്. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? നിങ്ങളുടെ മകൻ സേതുമാധവനും ഭാര്യ പല്ലവിയുടെ വീടല്ലേ ഇതെന്ന് ചോദിക്കുക. അവന്റെ കല്യാണം കഴിഞ്ഞില്ലോ. അങ്ങനെ എടുത്തോണ്ടേ പോലെ അവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറയണം. അപ്പോഴേക്കാണ് പല്ലവി അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. ഇതേ പല്ലവി മാഡം, ഇത് എന്തൊക്കെയാ ഇവര് പറയണേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്നല്ല പറഞ്ഞ, നിങ്ങൾ സേതുമാധവനും ഭാര്യ ഭർത്താക്കന്മാരാന്ന് പറഞ്ഞിട്ട് ഇവരെന്തൊക്കെയാ പറയണെന്ന് നിൽക്കും. ദേ അണ്ണാച്ചി ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് അങ്ങോട്ട് മാറ്റി നിർത്തുവാണ്. എന്താ അണ്ണാച്ചി, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. അത് പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ വന്ന് പൈസ വാങ്ങിച്ചോണ്ട് പോയി. പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ. അടുത്ത അഡ്രസ്സ് തന്നിട്ടുണ്ടല്ലോ, അത് നോക്കേണ്ട കടമ എന്റേതല്ലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയാ. ആ സമയം ചോദിച്ചു, പല്ലവി പറഞ്ഞു, അല്ല അതിനിപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു പറയണ. വരാതിരിക്കാൻ പറ്റില്ല. എന്തിയ സേതുമാധവൻ എന്തിയെന്ന് ചോദിക്കുക. ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞ് പല്ലവി അകത്തേക്ക് പോകുമ്പോ പൂർണ്ണിമയോട് ചോദിച്ചു, നിങ്ങൾ സിംഗിൾ ആണോ മാരീഡ് ആണോ എന്ന് ചോദിക്കാം. കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു പോയെന്ന് പറയാം. ഹോ, അങ്ങനെയല്ലേ. അപ്പൊ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായി. പൈസ കിട്ടിയില്ലെങ്കിലും പിന്നെ എനിക്കിവിടെ കയറി ഇറങ്ങേണ്ടതായിട്ട് വരുമെന്ന് പറയണം. അപ്പോഴേക്കുമാണ് സേതുമാധവൻ അങ്ങോട്ട് വരുന്നത്. സേതുമാധവൻ വന്നിട്ട്, അല്ല എന്താ അണ്ണാച്ചി, എന്താ ഇങ്ങനെ ഇവിടെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ തന്ന അഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കണ്ടേ. പിന്നെ പലിശയും മുതലൊക്കെ കൃത്യമായിട്ട് തരണം. അതെങ്ങാനും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ വരാനുള്ള വീടും കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന എന്ന് പറയാ. ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, അണ്ണാച്ചിയുടെ പൈസയൊക്കെ കൃത്യമായിട്ട് തരും. പലിശയും മുതലും അതൊന്നും ഒരു വീഴ്ച ഉണ്ടായിരിക്കില്ലെന്ന് പറയണം. ഉണ്ടാവരുത്. വീഴ്ച എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വെങ്കടേഷൻ ആരാ നീക്ക് അറിയാനായിട്ട് പോകുന്നുള്ളൂ. പിന്നെ ഞാൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. പിന്നീട് പൂർണ്ണിമയുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് കണ്ടില്ലേ ഒരുത്തി അവിടെ നിൽക്കുന്നത് കണ്ടോ, ഞാൻ ഇങ്ങോട്ട് വരും. പിന്നീട് അവളെയും കൊണ്ടോ ഞാൻ ഇങ്ങോട്ട് പോകുള്ളൂ എന്ന് പറയണം. അതോടൊപ്പം തന്നെ ഈ വീടും ഇതെല്ലാം എന്റെ പേരിലേക്കായി മാറുമെന്ന് പറയണം. അത് കേട്ടത് സേതുവിന് സഹിച്ചില്ല. നീ എന്താടാ പറഞ്ഞെന്ന് ചോദിച്ചു കോളറിനോട് കുത്തിപ്പിടിക്കുകയാണ്. മനസ്സിലായില്ലേ പറഞ്ഞേ? നിന്റെ ഇപ്പൊ അമ്മയെന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവരെ ഞാൻ അങ്ങോട്ട് പൊക്കിക്കൊണ്ട് പോകുന്നത്. ഈ സേതു ഈ വെങ്കടേഷിന് പോകുന്ന വഴിക്കെല്ലാം കുറെ ചിന്ന വീടും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പൊ ഇവിടെ ഇരിക്കട്ടെ ഒരു ചിന്ന വീട്, എനിക്ക് അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറയണം. എടാന്ന് പറഞ്ഞിട്ട് ആ കോളറിന് വീണ്ടും പിടി തല്ലാൻ തുടങ്ങിയപ്പോഴത്തേനും പല്ലവി അടുക്കേക്ക് കയറി, വേണ്ട സേതു കേട്ടാന്ന് പറഞ്ഞോണ്ട് തൽക്കാലത്തേക്ക് നീ രക്ഷപ്പെട്ടിരിക്കുന്നു പറയാണ്. ഇത് കേട്ടാ വെങ്കടേഷ് പറഞ്ഞു, എന്നെ നിനക്ക് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. പൈസ വന്നിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചെടുക്കാനും അറിയാം. പിന്നെ നീ കുറെ പ്രോമിസറി നോട്ടീസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വീടൊക്കെ എന്റെ പേരിൽ ഇരിക്കും. അത് നിനക്ക് കാണണമെന്ന് ചോദിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് അയാളും കൂടെ വിളിച്ചിട്ട് പോവാം. ആ സമയം പൂർണ്ണിമ സേതുവിന്റെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ നിനക്ക് തൃപ്തി ആയല്ലോ ചോദിക്കുക. അമ്മയെ ഞാന് കൂടുതൽ അമ്മയെ ഉമ്മയെന്നൊന്നും വിളിക്കുകയൊന്നും വേണ്ട. എന്നെ അവരുടെ മുന്നിൽ നാണം കെടുത്തി അയാളെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ നീയും കേട്ടാണല്ലോ. ഇത്രമാത്രം ഞാൻ അപമാനിക്കപ്പെട്ടിട്ടില്ല. വീട്ടിലൊരു പലിശക്കാരൻ വന്നിട്ട് ഗുണ്ടായസം കാണിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പൂർണ്ണിമ അകത്തേക്ക് കയറി പോവാണ്. ആ സമയം സേതുവിനെ പല്ലവി നോക്കുവാണ്. പിന്നീട് പല്ലവി അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ അച്ചു പറഞ്ഞു, എന്താ ചേച്ചി ഇതൊക്കെ? ചേച്ചി എന്തിനാ എങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിക്കാം. അത് കേട്ടതും പല്ലവി പറഞ്ഞു, വേറെ നിവൃത്തിയില്ലായിരുന്നു മോളുടെ വിവാഹം നടത്താനായിട്ട്. അതുകൊണ്ടാന്ന് പറയാ, എന്റെ വിവാഹം ആർഭാടമായിട്ട് നടത്തണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോഴേക്കുമാണ് ആ വഴി പൂർണ്ണിമ വരുന്നത്. പൂർണ്ണിമയുടെ മറിഞ്ഞിരിക്കും. പൂർണ്ണിമ അത് കേൾക്കുവാണ്. എന്റെ വിവാഹം എന്തിനാ ഇത്ര ആർഭാടമായിട്ട് നടത്തിയത്? അത് പിന്നെ പൊന്നുമടത്തി മാധവമേനന്റെ മോളുടെ വിവാഹമല്ലേ, അത് ഒട്ടും കുറച്ചിലുണ്ടാവാൻ പാടില്ല, അതുകൊണ്ടാന്ന് പറയണേ. എന്നാൽ അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടായത്? എനിക്കിങ്ങനെ ആർഭാടത്തോടൊന്നും താല്പര്യം ഇല്ലാന്ന് പല്ലവേച്ചിക്ക് അറിയാവുന്ന കാര്യമില്ലേ. പിന്നെ എന്താ കുഴപ്പമെന്ന് വെക്കും. ഇനി പോട്ടെ മോളെ, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സേതുവേട്ടൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് പൈസ വാങ്ങിയെന്ന് പറയാം. പെട്ടെന്ന് ശ്രീഹരി പറഞ്ഞു, അതിന് സേതുവേട്ടനല്ലോ പൈസ വാങ്ങിയിരിക്കുന്നത്, പല്ലവി ചേച്ചി അല്ലേന്ന് ചോദിക്കും. അത് ശരി തന്നെയാ, എന്റെ പേരിലും കൂടെയാ. കാരണം എന്റെ സാലറി സർട്ടിഫിക്കറ്റും ഒക്കെ വെച്ചാ പൈസ എടുത്തിരിക്കുന്നത്. സേതുവേട്ടനെ എനിക്ക് സഹായിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോ എന്റെ കൂടെ നിന്നവനാ. അപ്പൊ സേതുവേട്ടൻ ഒരു ആപത്ത് വന്നു കഴിയുന്ന സമയത്ത് ഞാൻ വേണ്ടേ സഹായിക്കാനായിട്ട്? വേറെ ആരാ ഉള്ളേന്ന് ചോദിക്കുക. അത് കേട്ടോ പിന്നെ എന്ത് മറുപടി പറയണമെന്നറിയില്ലാതെ അച്ചു ശ്രീഹരിയും കൂടെ നിൽക്കുവാണ്. വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു അച്ഛൻ്റെ മനസ്സിൽ. തനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ളത്. പിന്നീട് ഋതു തന്റെ കമ്പനിയിൽ ഇരിക്കുകയാണ്. ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ബാങ്കിലെ മാനേജർ വരുന്നത്. ബാങ്കിലെ മാനേജർ വന്നിട്ട് ഋതുവിനോട് പറഞ്ഞു,
അതെ, നിങ്ങൾ കുറെ തവണയായി ഇപ്പൊ ബാങ്കില് പണമൊക്കെ പെൻഡിങ് എന്ന് പറയണ. ഇത് കേട്ടപ്പോൾ ഇത് പറഞ്ഞു, അത് പിന്നെ കുറച്ച് അത്യാവശ്യങ്ങൾ വന്നുപോയി. എന്താ അത്യാവശ്യമാണെങ്കിലും ഇതേ ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതങ്ങനെ അനുവദിച്ചു തരാൻ പറ്റുന്നില്ല. ജപ്തി ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എടുത്തോളാനാ മോളിൽ നിന്നുള്ള ഉത്തരവെന്ന് പറയണ. ഇത് കേട്ടതും പെട്ടെന്നൊരു ഞെട്ടലുണ്ട് ഋതുവിന്. അയ്യോ അങ്ങനെ പറയില്ല സാറേ എന്ന് പറയണം. പറയാതിരുന്നിട്ട് കാര്യമില്ല, പറയേണ്ട കാര്യങ്ങൾ പറയണം. ഇനിയിപ്പോൾ അധിക ദിവസം ഉണ്ടാവില്ല, എത്രയും പെട്ടെന്ന് ഇങ്ങനെ നിങ്ങൾ പണം അടയ്ക്കാൻ നോക്കിക്കോളാൻ പറയണം. പിന്നെ ആ സേതുമാധവൻ എന്ന് പറയുന്ന ആള് 2-3-4 തവണ ഗഡുക്കളായിട്ട് കൊണ്ടുവന്ന് കുറച്ച് പൈസ അടച്ചിട്ടുണ്ടായിരുന്നു പറയാം. ഇത് കേട്ടതും ഋതു ഓർത്തു, അയാൾ കൊണ്ട് പൈസ അടച്ചോ? അയ്യോ സാർ, അത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയാണ്. എന്താണല്ലോ എനിക്ക് അയാളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ഇവിടെ ഇല്ലാന്ന് പറയാം. അയാളിപ്പോൾ എവിടെ കാണും? അതെനിക്കറിയത്തില്ല. അയാളുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കുക, അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ഋതു പറയണം. അങ്ങനെ പോകാൻ തുടങ്ങുന്ന സമയത്ത് അയാൾ പറഞ്ഞു, നിങ്ങൾ കുട്ടികളെയായിട്ട് എടുക്കല്ലേ, ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം പണ്ടത്തെ സിസ്റ്റം ഒന്നുമല്ല. ബാങ്ക് ഉറച്ച നിലപാട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എവിടെയെങ്കിലും ഒരു അപകടം വന്നാൽ ആ സെക്കൻഡിൽ തന്നെ അവരതിൻ്റെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ നടത്തും എന്ന് പറയണം. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഋതുവിന് ആകെപ്പാടെ വിഷമമായി. പിന്നീട് ഋതു നേരെ പ്രതാപന്റെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയം പ്രതാപനും പത്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഋതു അങ്ങോട്ടേക്ക് വരുന്നുണ്ടപ്പത്തിനും പത്മ എന്നിട്ട് പറഞ്ഞു, അവള് വരുന്നുണ്ട് ആ ഋതിക. അവള് വരട്ടെ എന്ന് പറയണം. അതെ, നിങ്ങൾ അധികം മൈൻഡ് ചെയ്യാനൊന്നും പോകണ്ട കേട്ടോ എന്ന് പറയും. അവള് കാരണം ആ കല്യാണം മുടങ്ങിയത്, അവൾക്കാണെങ്കിൽ ആ കല്യാണത്തിന് സമ്മതിക്കുമായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു പറയാണ്. പിന്നീട് ഋതു അങ്ങോട്ടേക്ക് വന്നു. ഋതു വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രതാപൻ പറഞ്ഞു, ശ്രീദേവി അടുത്തി നിഖിലും അവരെല്ലാവരും പോയെന്ന് പറയാണ്. എന്നാലും നീ ഇത്രയ്ക്ക് ചതി അങ്ങോട്ട് ചെയ്യണ്ടായിരുന്നില്ല മോളെ, നിനക്ക് ഒരു വാക്ക് പറയായിരുന്നു. പക്ഷെ ഇപ്പൊ ആ പോയവരുണ്ടല്ലോ, അവരും കൂടെ തിരിച്ചു വരും പ്രതികാരം ചെയ്യാനായിട്ട്. എല്ലാത്തിനും കത്തിച്ച് ആമ്പലാക്കുമെന്ന് പറഞ്ഞ് പോയിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. ഇത് കേട്ടത് ഋതുക്ക് പറഞ്ഞു, അത് ഞാനിപ്പോൾ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തെന്നറിയോ? എനിക്ക് വിവാഹം വേണ്ടെന്ന് പറഞ്ഞേ. അങ്കിളിന് അറിയാലോ വിൽപത്രത്തെക്കുറിച്ച്. ആ വിൽപത്രത്തിൽ സേതുമാധവന്റെ പങ്കിനെ കുറിച്ചും വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സേതുമാധവന്റെ ഒരു പങ്ക് കിട്ടാതിരിക്കണമെങ്കിൽ, സേതുമാധവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാതിരിക്കണം. എങ്കിൽ മാത്രം നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നീങ്ങോളെന്ന് പറയാം. അത് കേട്ടപ്പോൾ അത് കൊള്ളാലോ, അങ്ങനെയായിരുന്നോ? അതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ മോളെ. അങ്ങനെയാണെങ്കിൽ മോള് ചെയ്ത് നല്ല കാര്യമെന്ന് പ്രതാപൻ പറയാ. പത്മ പറഞ്ഞു, അത് ശരിയാ, മോള് സമ്മതിക്കാതിരിക്കും നന്നായി. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ആ സേതുമാധവൻ ഒന്നുകൂടെ അവിടെ പിടി ഉറപ്പിക്കില്ലായിരുന്നോ? ഇനിയിപ്പോ കുഴപ്പമില്ല, സേതുമാധവൻ ആ വീട് വിട്ടു പോയിക്കോളും, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമല്ലേന്ന് ചോദിക്കുക. അതെ, പിന്നെ ഞാനിപ്പോ വന്ന് വേറൊരു കാര്യം പറയാൻ അങ്കിളെന്ന് പറയണേ. എന്താ? അല്ല, ജപ്തി നോട്ടീസൊക്കെ വന്നിട്ടുണ്ട്, ബാങ്കുകാർ വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ബാങ്കിൽ പണം തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ പ്രശ്നവും. ഞാൻ അങ്കിളിന് കുറച്ച് പൈസ തന്നില്ലേ, അത് ബാങ്കിൽ അടയ്ക്കാൻ വെച്ചിരുന്നത് പൈസയാ, ഞാൻ മറിച്ചു തന്നെ. ആ പൈസ എനിക്ക് എത്രയും പെട്ടെന്ന് വേണമെന്ന് പറയാം. പ്രതാപന്റെ പത്മയുടെ മുഖം മാറി. ആ പൈസയോ? അതെ അങ്കിളെ. അല്ല മോളെ, അതെന്റെ കയ്യിൽ നിന്ന് പോയല്ലോ, ഇപ്പൊ എന്റെ ഈ പൈസ എടുക്കാനില്ല, ഞാൻ എങ്ങനെ സംഘടിപ്പിച്ചു തരാന്ന് പറയണ. അയ്യോ അങ്കിളെ, ഇങ്ങനെ പറയരുത്. പൈസ അടച്ചില്ലെങ്കിൽ ബാങ്കുകാർ ഇങ്ങോട്ട് വരുമെന്ന് പറയാം. മോള് ധൈര്യമായിട്ടിരിക്കുക. ഞാനല്ലേ പറഞ്ഞേ, എത്ര ദിവസം പിടിക്കും എന്നും അറിയത്തില്ല. പത്മേ, നീ എന്റെ ഷർട്ട് പെട്ടെന്ന് പോയി എടുത്തോണ്ട് വന്നെന്ന് പറയാണ്. എന്തിനാ? കാര്യം പറഞ്ഞാലും എടുത്തോണ്ട് വരുവുള്ളൂ എന്ന് ചോദിക്കുക. പത്മ എങ്ങനെ പോയി ഷർട്ട് എടുത്തോണ്ട് വന്നു. എനിക്കൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട് മോളെ, ഞാനെന്നാ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാണ്. ആ സമയം പത്മ പറഞ്ഞു, ഞാൻ മോൾക്ക് ചായ എടുക്കാന്ന് പറയാണ്. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയായിപ്പോയി ഋതുവിന്. കാരണം അയാൾ കൈവിടുവാണോ എന്നുള്ളൊരു ചിന്തയും കൂടെ മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇനിയത്തെ പിന്നീടുള്ള നീക്കങ്ങൾ, പിന്നീടുള്ള മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. ടെക്സ്റ്റൈൽ ഷോപ്പ് എങ്ങാനും ഇനിയിപ്പം ജപ്തി ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു, എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവും. അങ്ങനെ വല്ലാത്തൊരു ടെൻഷനിലേക്ക് ഋതുക പോവാണ്. അച്ഛനുണ്ടായിരുന്ന സമയത്ത് ഈ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ ഋതിക വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ ഋതിക വീട്ടിലേക്ക് വരുന്ന സമയത്ത് ശ്രീഹരിയും അച്ഛനും കൂടെ അങ്ങോട്ട് ഹാളിലേക്ക് വരുന്നത്. പെട്ടെന്ന് ഋതികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓരോരുത്തരൊക്കെ വലുതുകാലം വെച്ച് വളർന്ന് കയറിയതുള്ളൂ, അപ്പൊ തന്നെ തുടങ്ങി കുടുംബത്തിൽ ഓന അനർത്ഥങ്ങൾ. ഇത് കേട്ടത് അച്ഛൻ പറഞ്ഞു, നിനക്ക് എന്താ ഋതു എന്ന് ചോദിക്കാം. എന്താന്ന് മനസ്സിലായില്ലല്ലേ? ഇതങ്ങോട്ട് വായിച്ചു നോക്കാൻ പറഞ്ഞാൽ പേപ്പർ കൊടുക്കുവാണ്. ബാങ്കിലെ ജപ്തി നോട്ടീസ് കണ്ടില്ലേ? എല്ലാത്തിനും കാരണക്കാരാരാ? ചിലര് വലുതുകാലം വെച്ച് വന്ന് കയറിയതുകൊണ്ടാ. ആരടി ഋതു നിന്നോട് ഇങ്ങനെ പറഞ്ഞത്? ശ്രീഹരി വലുതുകാലം വെച്ച് വന്ന് കയറിയതുകൊണ്ടാന്ന്. നിന്റെ കാര്യപ്പോണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ കാര്യങ്ങളെല്ലാം നീയല്ലേ നോക്കിക്കൊണ്ടിരുന്നേ. അത് നഷ്ടത്തിൽ പോണെങ്കിൽ പൈസ അടയ്ക്കാൻ പറ്റായിരുന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പോണ്ടാ, അല്ലാതെ വന്ന് കയറി ആളെ കുറ്റം പറയേണ്ട കാര്യമില്ല. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ ശ്രീഹരിനെ കുറ്റം പറയുന്നത്? എന്നെ എന്ത് വെള്ളം പറഞ്ഞു, പക്ഷെ എന്റെ ഭർത്താവിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കില്ല. നീ ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പ് ജപ്തി നടപടി വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം നീ തന്നെ അങ്ങോട്ട് പേറിയാൽ മതി. ഞങ്ങളുടെ തലയെ കെട്ടി വെക്കണ്ട. അച്ഛനുണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാവാനില്ലായിരുന്നല്ലോ, അതിന് കാരണം എന്താ? പക്ഷെ നീ അവിടെ കയറിയിട്ട് നീ കാണിച്ചു കൊടുക്കുന്ന എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം. അപ്പോഴേക്കും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു.
എന്താ എന്താ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഋതു പറഞ്ഞു, കാര്യം എന്താ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? അല്ല, അറിയാവുന്ന കാര്യങ്ങളെ ആണെങ്കിൽ എന്ന് പറയണം, നീ കൂടുതലൊന്നും പറയണ്ട. എല്ലാരും കൂടെ കൂടി ചേർന്നിട്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ, ജപ്തി വരെ എത്തി കാര്യങ്ങളെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പല്ലവിക്ക് കാര്യം മനസ്സിലായി. പല്ലവി പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും സംഭവ വികാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പോണ്ടാടി. നീയാണ് ആവശ്യത്തിലും മിച്ചം ദൂരത്തടിക്കുമായിരുന്നു ടെക്സ്റ്റൈൽ ഷോപ്പ് വരുന്നിട്ട്. അതിന്റെ കൃത്യമായ കണക്കുകളും കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിരുന്നു. അതെങ്ങനെയാ ബിസിനസിന്റെ ABCD പാഠം അറിയത്തില്ലാത്ത നിന്നെയൊക്കെ പിടിച്ചാൽ കസാലെടുത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എടീന്നും പറഞ്ഞുകൊണ്ട് ഋതു പല്ലവിയുടെ നേരെ പോയി കൈ വാങ്ങി അവളെ അടിക്കാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് പല്ലവി എന്ന് പറഞ്ഞു, തൊട്ടുപോയേക്കല്ല, തൊടുന്നേരെ കർണം അടിച്ചോ പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് കൈ അങ്ങോട്ട് ഓങ്ങുവാണ്. പെട്ടെന്ന് അച്ഛൻ വിളിച്ചു. പല്ലവി പറഞ്ഞു, ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ വിട്ടിരിക്കുന്നു പറയാണ്. മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് കൊണ്ട് പണമൊക്കെ അടയ്ക്കാൻ നോക്ക്. വലിയൊരു ബിസിനസ്മാൻ വന്നേക്കുന്നതിന് നാണമുണ്ട് ഋതു നിൽക്കുന്ന ചോദിക്കുക. അന്തസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ആ ടെക്സ്റ്റൈൽ ഷോപ്പ് ഈ പരുവത്തിൽ എത്തി നിൽക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഋതുവിന് നല്ല കൊട്ടു കൊടുക്കുന്നുണ്ട്. ആ സമയം കാട്ടൂരാ വക്കീൽ ഇന്ദ്രനെ കാണാനായിട്ട് ചെല്ലുന്നേ. ഇന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയണം. കേട്ടിഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു, അല്ല ഹൈക്കോടതിയിൽ പോയി കഴിയുമ്പോൾ അവൾക്ക് ജാമ്യം കിട്ടത്തൊന്നും ഇല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. എവിടെ നിന്ന് കിട്ടാനാ? ജാമ്യമല്ല, ഡിവോഴ്സ് കിട്ടത്തൊന്നുമില്ല അല്ലെന്ന് ചോദിക്കാനില്ല. എവിടെ നിന്ന് കിട്ടാനാ? ഒരിക്കലും അവൾക്ക് ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ തന്നെ ജയിക്കൂന്ന് പറയാം. ഈ തവണത്തെ കേസ് എങ്ങനെയായിരിക്കും എന്നറിയോ? ഈ പറയുന്ന നിന്റെ അല്ലെങ്കിൽ മനോരോഗം കൊണ്ടോ അല്ലെങ്കിൽ നീ അവളെ ഉപദ്രവിക്കുന്നതുകൊണ്ടൊന്നും അല്ല നിന്നെ ഉപേക്ഷിച്ച് അവൾ പോയിരിക്കുന്നേ. അവൾ കാമുകനോടൊപ്പം ജീവിക്കാൻ പോയിരിക്കുന്ന. നമ്മൾ അത് നന്നായിട്ട് അങ്ങ് തെളിയിക്കോടെ. അല്ല, അതിന് വിടുന്ന രേഖകൾ എന്തെങ്കിലും ഉണ്ടോ? ആ സേതുവും പല്ലവിയും തമ്മിലുള്ള കാമുകന്മാരാന്ന് അറിയാനല്ലേ. അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് ഇന്ദ്രൻ പറയാണ്. അതേക്കുറിച്ചൊന്നും ഓർത്ത് വക്കീല് വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നും കൊണ്ട് പേടിക്കണ്ട ഇന്ദ്ര, അവൾ ഇങ്ങോട്ടേക്ക് വന്നോളും. നീ ധൈര്യമായിട്ടിരിക്കുക. ഇത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു, എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല, പക്ഷേങ്കിൽ ഒരു പേടിയുണ്ട് എങ്ങനെയായി തീരുമെന്നുള്ളത്. അല്ല, ഇനിയിപ്പോൾ അവൾ എന്ത് തന്ത്രം പ്രയോഗിക്കണം? അവൾക്കൊന്നും തന്ത്രങ്ങളൊന്നും കൂടുതൽ പ്രയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നിനക്കൊരു പേടിയും വേണ്ട ഇന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രനെ ആശ്വസിപ്പിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു.